അത്യാവശ്യം നല്ല പടമായിരുന്നു. ഒരു ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ലാഗ് ഉണ്ടായിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫ് എൻകറേജിങ് ആയിരുന്നു. പിന്നെ ഒരു ഫാൻസിന് പറ്റിയൊരു പടമല്ല. പിന്നെ വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു പടം. ഒരു വ്യത്യസ്തമായ ഒരു വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്തവർ, അതിലവർ സക്സസ് ആണ്. പിന്നെ സെക്കൻഡ് പാർട്ടിനുള്ളൊരു പടമുണ്ട്, അത്രേ എനിക്ക് തോന്നുള്ളൂ. നമ്മൾ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരുപാട് ഫിലിംസ് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് എന്തായാലും വളരെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു തിയേറ്റർ അനുഭവം തന്നെയായിരുന്നു. പിന്നെ മോഹൻലാലിനെ ലിജോ ജോസിൻ്റെ ഫ്രെയിമിലൂടെ കാണുമ്പോൾ ഒരു വ്യത്യസ്തമായ അനുഭവം. അപ്പോൾ അടിപൊളിയായിരുന്നു. പക്ഷേ ബെസ്റ്റ് ഓഫ് ലിജോ ജോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക, അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ വ്യത്യസ്തമായൊരു അനുഭവം. കാരണം അദ്ദേഹം വളരെ വ്യത്യസ്തമായ പടങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ള, ഇപ്പോൾ ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പടങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. സോ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് മൂവി. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് നല്ല രീതിയിലുണ്ട്. ചില ഏരിയാസ് കൺവിൻസിങ് അല്ല തോന്നി, പക്ഷേ വളരെ ലാർജ് സ്കെയിലുള്ളൊരു പടം തന്നെയാണ്. സോ മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു അനുഭവം തന്നെയുണ്ട്. പടം കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു ഫാൻറ്റസി മൂവിയാണ്. LJPയുടെ ഒരു ഫാൻറ്റസി മൂവി. LJP ചെയ്യാത്തൊരു നല്ലൊരു ബിഗ് ബഡ്ജറ്റ് പടമാണ്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു എക്സ്പെക്റ്റേഷൻ ഫിലിമിന് കിട്ടിയില്ല. ലാലേട്ടൻ്റെ ഒരു സൂപ്പർ ഹീറോ എന്ന രീതിക്കുള്ള ഒരു അമാനുഷികമായിട്ടുള്ളൊരു കഥാപാത്രമാണ് ലാലേട്ടൻ്റെ ഈ പടത്തിൽ. കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും, ലാലേട്ടൻ്റെ ക്യാരക്ടർ നമുക്ക് ഇഷ്ടപ്പെടുന്ന രസമാണ്. പക്ഷേ പടത്തിന് നല്ലൊരു ഒരു സ്റ്റോറി പാത്തൊന്നും പടത്തിൽ കിട്ടിയില്ല. നല്ല ലാഗ് അടിക്കുന്നുണ്ട് പടത്തിൽ. അത്യാവശ്യം നല്ല രീതിക്ക് ലാഗും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ കഥാപാത്രങ്ങൾ സഹനടന്മാരായിട്ട് അഭിനയിച്ച എല്ലാവരും നല്ല അഭിനയം തന്നെയാണ്. ഒരു സെക്കൻഡ് പാർട്ട് ചാൻസസ് ഇട്ടിട്ടുണ്ട് പടത്തിൽ. അത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്കൊരു നെക്സ്റ്റ് ഫിലിമിലൂടെ നല്ല രീതിക്ക് ആവുമെന്നൊരു പ്രതീക്ഷിക്കാനുള്ളത്. ഒരു പ്രതീക്ഷ അത്ര ഒരു മലയങ്കോട്ട് വാലിബനെ നമുക്ക് ഏതെങ്കിലും ഈ പടത്തിൽ കാണാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നത് എന്തോ LJP ചിന്തിക്കുന്നത് ഇനിയിപ്പോൾ ആ രീതിക്കാണോ എന്നറിയില്ല. ആ ഒരു രീതിക്കാണോ എങ്കിൽ കറക്റ്റാണ്. പക്ഷെ നമുക്ക് ഓവറോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ പടം എനിക്ക് ഇഷ്ടമായില്ല. കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. മോഹൻലാലിൻ്റെ കഥാപാത്രം ഓക്കെ. നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ. കാരണം ഇതൊരു ഹൈ വോൾട്ടേജ് മാസ് പടം അങ്ങനത്തെ ഒരു പടമൊന്നുമല്ല. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അത് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ഇതൊരു സ്ലോ പേസിലാണ് പടം പോകണം, സ്ലോ പേസിൽ തന്നെയാണ് അവസാനിക്കണം. അപ്പോൾ ആ ഒരു സ്ലോ പേസ് ആദ്യം നമുക്ക് അതിനകത്തോട്ട് കയറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പക്ഷേ അതായത് ലാലേട്ടൻ്റെ ഭയങ്കര മാസ് സീക്വൻസ് പ്രതീക്ഷിച്ചു വന്നവർക്ക് എന്തായാലും ഡിസപ്പോയിൻ്റ് ആവും. കാരണം ഇതൊരു 100% LJP പടവും. പുള്ളി അതായത് ഒരു സ്റ്റാർ വന്നേ പിന്നെ കോംപ്രമൈസ് ചെയ്യാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ നിന്നിട്ടില്ല. പുള്ളിയുടെ രീതി തന്നെയാണ് പടം കൊടുത്തേക്കണത്. പിന്നെ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. വിഷ്വൽ ക്വാളിറ്റി അന്യായം. കാരണം ഓരോ ഫ്രെയിംസും കിടലിനായിട്ടുണ്ട്. ക്രൗഡൊക്കെ വന്ന സീൻസ് ഒക്കെ അടിപൊളിയാണ്. ഇൻ്റർവെല്ലിൻ്റെ സമയത്തുള്ളതും പിന്നെ സെക്കൻഡ് ഹാഫിലൊരു വാർ സീക്വൻസ് ഉണ്ട്. അവിടെ ഉപയോഗിച്ചേക്കുന്ന സ്കോറിങ്ങും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ട് തന്നെയാണ് തോന്നിയേക്കുന്നത്. പക്ഷേ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, അത് ഉറപ്പാണ്. കാരണം ഒരു മാസ് പടം അങ്ങനത്തെ വിചാരിച്ചു തന്നവർക്ക് ഒന്നും അങ്ങനത്തെ ഇതൊന്നും ഇഷ്ടപ്പെടില്ല ഈ സിനിമ. കാരണം ഒരു മാസേ പടമല്ല. ഡ്രാമ ടച്ച് എന്ന് പറഞ്ഞാൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു കൈൻഡ് ഓഫ് പടമാണ്. അതായത് പുള്ളിയുടെ ഒരു പടത്തിന് ഒരു സ്ലോ പേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഈ നൻപകൽ നേരത്തിന് ഒരു സ്ലോ പേസിൽ ആ ഒരു രീതിയിലാണ് പോണേക്കണം. അപ്പോൾ അതേപോലെ സ്ലോ പേസിൽ തന്നെ പോയേക്കണ സിനിമയാണ്. പക്ഷേ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു 15 മിനിറ്റ് നമുക്ക് അതിനകത്തോട്ട് ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ലാഗ് കാര്യങ്ങളൊന്നും തോന്നൂല. പക്ഷെ അതിനകത്തോട്ട് കയറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സ്ലോ പേസ് പറ്റൂലെങ്കിൽ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റൂല. ഞാൻ എൻജോയ് ചെയ്ത്, കാരണം ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ പടം എന്നുള്ള രീതിയിൽ ആ ഒരു പ്രതീക്ഷയിൽ കണ്ടതിൽ എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. ലാലേട്ടൻ്റെ മാസ് പടവും പഞ്ച് ഡയലോഗും വിചാരിച്ചു വന്നവർക്ക് ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും, അത് ഉറപ്പാണ്. കാരണം അങ്ങനത്തെ ഒരു സീക്വൻസും ഇല്ല. എന്നാൽ ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ ഫൈറ്റിനൊക്കെ തന്നെ ഒരു വെറൈറ്റി ഉണ്ട്. ഒരു വെറൈറ്റി പടം, ഒരു ക്ലാസ് പടവും, ഒരു ഗുരുവൊക്കെ പോലത്തെ ഒരു ക്ലാസ് പടവും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ മാസ് പടവും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. ഒരു ക്ലാസ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമ ഇഷ്ടമാണോ എന്നാൽ തീർച്ചയായിട്ടും കാണാം.